ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒത്തിരി എക്സാമുകളാണല്ലേ വരുന്നത്. ഒരു സീസൺ ഓഫ് എക്സാമുകളാണ് ഇനി വരുന്നത്. എക്സാമുകളൊക്കെ ഇപ്പോൾ തന്നെ അടുത്തു. ഏതൊക്കെ? സെലക്ഷൻ പോസ്റ്റ്, CHSL, CGL, NTPC, RPF തുടങ്ങിയ ഒത്തിരി എക്സാമുകളുടെ ഒരു സീസണാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ്? കറണ്ട് അഫയേഴ്സ് അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു പണി കിട്ടുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ് അല്ലേ. അപ്പോൾ അത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക് പോലുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. ഇന്റർനാഷണൽ ഉണ്ട്, നാഷണൽ ഉണ്ട്, റാങ്കിങ്സ് ഉണ്ട്, അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, തുടങ്ങിയ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് സെക്ഷനായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മെജോറിറ്റി അനുസരിച്ച് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ബേസ്ഡ് ആയിട്ട് ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്? ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് മുന്നത്തെ കറണ്ട് അഫയേഴ്സും ഈ വർഷത്തത് അതിന് മുന്നത്തെ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നല്ല വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട്? അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് സിറ്റുവേറ്റഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ആയിട്ടുള്ള അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാന്ന് നോക്കിയേ. ദുബായ് ആണോ, അത് പാരീസ് ആണോ, ടോക്കിയോ ആണോ, വിയന്ന ആണോ? ഏതാണ് ആൻസർ? ആൻസർ ദുബായ് ആണ് കേട്ടോ. ആൻസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ആണ്. അപ്പോൾ UAE പ്രസിഡന്റും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററും ദുബായിയുടെ റൂളർ, ഒരു ഭരണാധികാരി ആയിട്ടുള്ള ആരാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തും. ഓക്കെ, അൽ മക്തും അദ്ദേഹമാണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു 10 വർഷത്തിനകം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രസന്റ്ലി ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ വേർത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ഈ കളർ ഓക്കെ ആണോ? ആൻഡ് ഇതിൻ്റെ വേർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. 12,800 CR ക്രോഡ്സ് ആണ് അതിൻ്റെ വേർത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ 26 ക്രോഡ്സ് ജനങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അൽ മക്തൂം എയർപോർട്ട് എന്ന് പറയുന്നത്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ദുബായിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എയർപോർട്ടിൻ്റെ 5 ഇരട്ടി വലുപ്പം ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? ഞാൻ ഇതിനകത്ത് പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൽ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഇനി വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ബിറ്റ്വീൻ 1950 to 2020 the Indian Ocean had warmed by 1.2 degrees Celsius and the amount of heat in the Indian Ocean is currently increasing at a rate of 4.5 zetajoules per decade. ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 മാത്രമാണോ കറക്റ്റ്, അതോ 2 മാത്രമാണോ കറക്റ്റ്, അതോ 1ഉം 2ഉം കറക്റ്റ് ആണോ, അതോ ഇതൊന്നും 2ഉം കറക്റ്റ് അല്ലേ? ഏതാണ് ആൻസർ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആൻസർ എന്ന് പറയുന്നത്
ബോത്ത് 1 and 2 രണ്ടും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ IITM-ൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ഓഷനിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് 1950 മുതൽ 2020 വരെ 1.2 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് അതിൻ്റെ ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ബി 2020 മുതൽ 2100 ആകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മേ ബി എത്രയിലേക്ക് മാറും, 1.7 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3.8 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ എമൗണ്ട് ഓഫ് ഹീറ്റിൻ്റെ ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയാ, 4.5 സീറ്റർ ജൂൾസ് പെർ ഡിക്കേഡ് ആണെന്നാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ 4.5 സീറ്റ ജൂൾസ് പെർ ഡീക്കേഡ് ആണ്. ആൻഡ് അത് ഭാവിയിൽ അത് എത്രയായിട്ട് മാറാം, ഫ്യൂച്ചറിൽ അത് 16 മുതൽ 22 സീറ്റ ജൂൾസ് പെർ ഡീക്കേഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ കറൻ്റ്ലി 4.5 സീറ്റ ജൂൾസ് ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements is correct about the Global Plastic Treaty? നിങ്ങൾ ആ ട്രീറ്റിയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നോ? ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി April 23 നടന്നിട്ടുള്ളത്. ഈ ട്രീറ്റി നടന്നിട്ടുള്ളത് April 23, 2022 അത് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായിട്ടനുബന്ധിച്ച് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ് വിൽ ബി എ ലീഗലി ബൈൻഡിങ് ട്രീറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബൈ ദ എൻഡ് ഓഫ് 2024. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ടേക്ക് ഫ്രം 20 to 500 years to decompose and less than 10% of the currently is റീസൈക്കിൾഡ്. ഇതിലേതാണ് കറക്റ്റ്? ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായിട്ട് അനുബന്ധിച്ച് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ്? ആൻസർ 1 ആണോ, ആൻസർ 1 and 2 ആണോ, ഇത് രണ്ടും അല്ലേ? ഏതാണ് കറക്റ്റ്? ആൻസർ 1 and 2 ആണ് കറക്റ്റ്. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. അതായത് April 23, 2022 April 23 കാനഡയിൽ വെച്ച് നടന്ന ഒരു ട്രീറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 175 കൺട്രീസിൽ നിന്നുള്ള ചർച്ചകരും നിരീക്ഷകരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലാണ് എന്ത് പറയുന്നത്, ഈ 2024 പൊല്യൂഷൻ ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മലിനീകരണം ഇല്ലാതാക്കണം എന്നുള്ള ഒരു ട്രീറ്റി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 2022 മുതൽ 2024 വരെ അസൈൻ ചെയ്ത ഒരു പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. ഏത് വർഷം മുതലാണ്? 2022 മുതൽ 2024 വരെ. ഓക്കെ, അപ്പോൾ ആദ്യം നടന്നത് എവിടെയാണ്? കാനഡയിലെ ഒട്ടാവയിലാണ്. ഓക്കെ, കാനഡയിലെ ഒട്ടാവയിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ലാസ്റ്റ് റൗണ്ട് നടക്കുന്നത് ഈ വർഷം നവംബറിലാണ് നടക്കുന്നത്. സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2022 മുതൽ 2024 വരെയുള്ള ഒരു പ്ലാനാണ്. 2022 നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയിലെ ഒട്ടാവയിലാണ്. ആൻഡ് ഇതിൻ്റെ അവസാനത്തെ റൗണ്ട് നടക്കുന്നത് നവംബറിലാണ് നടക്കുന്നത്. ഈ വർഷം 2024 നവംബറിലാണ് നടക്കുന്നത്. ആൻഡ് അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ആൻഡ് അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കുകൾ 20 മുതൽ 500 വർഷം വരെ എടുക്കുക എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിൽ 10% മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡീകമ്പോസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അത് ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 400 ടൺ മെട്രിക് ആണ് എന്ത് ചെയ്യുന്നത്, ഡെയിലി ഓരോ വർഷവും ഇതിങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. ആ പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ 400 മെട്രിക് ടൺസ് ആണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൺ April 29 ബ്രിട്ടീഷ് പാകിസ്ഥാനി സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ഡാഷ് റിസൈൻഡ് ആഫ്റ്റർ സെർവിങ് എ 13-month ടേം. ഒരു 13 മാസത്തെ ആ ടേമിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? രാജിവെച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ദ ബ്രിട്ടീഷ് പാകിസ്ഥാനി സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ. ഇതിലാരാണ്? നിങ്ങൾ നോക്കിയിട്ട് ആരാന്നാ തോന്നുന്നത് നിങ്ങൾക്ക്?
ഓക്കെ, ആൻസർ ഹംസ യൂസഫ് ആണ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, 13 മാസം വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം റിസൈൻ ചെയ്യാണ് ചെയ്തത്. റെസിഗ്നേഷൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വോട്ടിംഗ് നടന്നു ആൻഡ് ആ വോട്ടിങ്ങിൽ 2 നോൺ കോൺഫിഡൻസ് വോട്ട് വന്നു. ഒന്ന് അദ്ദേഹത്തിനെതിരെയും ആൻഡ് അത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് എതിരെയായിട്ടാണ് വോട്ടിംഗ് വന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനോടനുബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, റെസിഗ്നേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് മുസ്ലിം സ്കോട്ട്ലൻഡ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് മുസ്ലിം സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ആണ്. ഓക്കെ, അദ്ദേഹം ഫസ്റ്റ് മുസ്ലിം സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ആണ്. ആരാണ്? ഹംസ യൂസഫ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, ഈ വോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, റെസിഗ്നേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ ലീഡർ കൂടെ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആ സ്ഥാനവും ഒഴിയുകയാണ് ചെയ്തത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇന്ത്യ ഹാസ് എഗ്രീഡ് ടു ട്രെയിൻ സിവിൽ സർവൻസ് ഫ്രം വിച്ച് കൺട്രി ഫോർ ദ നെക്സ്റ്റ് 5 years? അടുത്ത 5 വർഷത്തേക്ക് സിവിൽ സർവൻസ് പരിശീലനം നൽകാമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഏത് രാജ്യത്തിനാണ് എന്ത് ചെയ്തത്, എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കൊടുത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഭൂട്ടാനാണോ, ബംഗ്ലാദേശ് ആണോ, നേപ്പാൾ ആണോ, ശ്രീലങ്കയാണോ? ഏതാണ് ആൻസർ? ആൻസർ ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ആൻസർ ബംഗ്ലാദേശ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് administrative reforms and public grievances. ഓക്കെ, ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ DARPG. ഓക്കെ, ഇവരും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും ബംഗ്ലാദേശ് ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ടാണ് ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വരാം, ആരൊക്കെ ചേർന്നിട്ടാണ് ഇത് സൈനിങ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? DARPGയും ഇന്ത്യൻ ഗവൺമെൻറ്റും ബംഗ്ലാദേശ് ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ടാണ് ഇത് സൈനിങ് ചെയ്തിട്ടുള്ളത്. ആൻഡ് April 28, 30 ആ ടൈമിലായപ്പോൾ എന്ത് ചെയ്തു, DARPG ബംഗ്ലാദേശിൽ നിന്നും DARPGയിലെ 4 മെമ്പേഴ്സ് വന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സൈനിങ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 2025 മുതൽ 2030 വരെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു, അവർക്ക് അവിടെ ഉള്ളവർക്ക് സിവിൽ സർവീസിൻ്റെ പരിശീലനം, അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടാക്കാം എന്നുള്ള എഗ്രിമെൻ്റ് ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The world's deepest blue hole was discovered in dash during a scuba diving expedition. Okay, scuba diving expeditionന്റെ സമയത്ത് എന്ത് കണ്ടുപിടിച്ചു? വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എവിടെയാണ് കണ്ടുപിടിച്ചത്? അർജന്റീനയാണോ, ജർമ്മനിയാണോ, ചിലിയാണോ, അതോ മെക്സിക്കോയാണോ? ആൻസർ ഏതാണ്? ആൻസർ മെക്സിക്കോ ആണ് കേട്ടോ. മെക്സിക്കോയിലെ സ്കൂബ ഡൈവേഴ്സ് ആണ് എന്ത് ചെയ്തത്, ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് December 6 അവർ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ സമയത്ത് December 6, 2023 ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ സമയത്താണ് അവർ എന്ത് കണ്ടുപിടിച്ചത്, വേൾഡ്സ് ലാർജസ്റ്റ് അല്ലെങ്കിൽ വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ കണ്ടുപിടിച്ചത്. ആൻഡ് ഈ ബ്ലൂ ഹോളിൻ്റെ പേരാണ് ടാംജാൻ ബ്ലൂ ഹോൾ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ആ ബ്ലൂ ഹോളിൻ്റെ പേരാണ് ടാംജാൻ ബ്ലൂ ഹോൾ. അത് കണ്ടുപിടിച്ചത് എവിടെ വെച്ചിട്ടാണ്? മെക്സിക്കോയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 1380 ഫീറ്റ് അല്ലെങ്കിൽ 480 മീറ്റർ ആണ് അതിൻ്റെ ആഴം എന്ന് പറയുന്നത്. ഓക്കെ, 1380 ഫീറ്റ് അല്ലെങ്കിൽ 480 മീറ്റർ ആണ് അതിൻ്റെ ആഴം എന്ന് പറയുന്നത്. ഇതുവരെ അവർ അതിൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള എത്തിയിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്കാറ്റാൻ പെനിൻസുല എന്ന് പറയും. യുക്കാറ്റാൻ പെനിൻസുലയുടെ
സൗത്ത് കോസ്റ്റ്, സദേൺ കോസ്റ്റിൽ, ഓക്കെ, സദേൺ കോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ചെതുമൽ ബേയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ സിറ്റുവേറ്റ് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? യുകാറ്റൻ പെനിൻസുലയുടെ സദേൺ കോസ്റ്റിൽ വരുന്ന ചെതുമൽ ബേയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഏറ്റവും ആഴം കൂടിയ ഡീപ്പസ്റ്റ് ബ്ലൂ ഹോളിനേക്കാളും 420 അടി 420 ഫീറ്റ് ആഴം കൂടുതലാണ് ഇപ്പോൾ കണ്ടുപിടിച്ച ഈ പറയുന്ന ടാൻജാൻ ബ്ലൂ ഹോളിന് ഉള്ളത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എവിടെയാണ് കണ്ടുപിടിച്ചത്? മെക്സിക്കോയിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Lawmakers from the Solomon Islands have elected Dash as their new Prime Minister. ലോമേക്കേഴ്സ് ഫ്രം സോളമൻ ഐലൻഡിൽ നിന്നുള്ള ലോമേക്കേഴ്സ് അവരുടെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണ്? ആരാണ്? ജെറമിയ മെനിലിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ജെറമിയ മെനിലിയാണ് അവർ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് എലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് മാത്യു വെൽസ് ആണ് കേട്ടോ. അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് മാത്യു വെൽസ് ആണ്. ഇവിടെ അദ്ദേഹത്തിന് 31 വോട്ട്സും ആൻഡ് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന ആൾക്ക് 18 വോട്ട്സും ആണ് കിട്ടിയിട്ടുള്ളത്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആരെയാണ് പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സോളമൻ ഐലൻഡ്സിലെ ലോ മേക്കേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ളത്? ജെറമിയ മെനിലിയാണ് എലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് NPCI International Payments Limited NIPL has signed an agreement to support in developing an immediate payment system like United Payment Interface UPI? UPI പോലുള്ള പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, അതിന് ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏത് NPCIയുമായിട്ടാണ് ഇന്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡ് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്? ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് കുഞ്ഞു ഷോർട്സ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഷോർട്സ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം മാക്സിമം ഒരു എങ്ങനെ പോയാലും ഒരു 130 അടുപ്പിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ് ആൻസർ? ആൻസർ ബാങ്ക് ഓഫ് നമീബിയ ആണ് കേട്ടോ. ആൻസർ ബാങ്ക് ഓഫ് നമീബിയ ആണ്. നമീബിയ എന്ന് പറയുന്നത് ഏത് കൺട്രിയിലുള്ളതെന്ന് അറിയാമോ? സൗത്ത് കൊറിയൻ കൺട്രിയാണ് കേട്ടോ. സൗത്ത് കൊറിയൻ കൺട്രിയാണ്. സൗത്ത് ആഫ്രിക്കൻ കൺട്രിയാണ് ഏതെന്ന് പറയുന്നത്? നമീബിയ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് നമീബിയയുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡ് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ആൻഡ് ഈ ബാങ്ക് ഓഫ് നമീബിയയുടെ ഗവർണർ ആരാന്നറിയാമോ? ഗവർണർ ഓഫ് ബാങ്ക് ഓഫ് നമീബിയ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ജോഹന്നാസ് ഗവാക്സാബ് ആണ് കേട്ടോ. ജോഹന്നാസ് ഗവാക്സാബ്. ഓക്കെ, ബാങ്ക് ഓഫ് നമീബിയയുടെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോഹന്നാസ് നവാക്സാബ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 2025 ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന സിസ്റ്റം യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ്സ്, ഈ പറയുന്ന ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടി നോക്ക്. ഏത് ബാങ്കുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്? ബാങ്ക് ഓഫ് നമീബിയ ആണ്. നമീബിയ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ കൺട്രിയാണ്. മേ ബി ഇങ്ങനെ ചോദിക്കാം, ഏത് കൺട്രി എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ കൺട്രിയാണ്. ഓക്കെ, ആൻഡ് ഏത് സ്ഥലം കറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമീബിയ ആണ്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് നമീബിയ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൻസേഴ്സ് വരുന്നത്, ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. യുനെസ്കോ ആൻഡ് ഡാഷ് ഹോസ്റ്റഡ് ദ 31st വേൾഡ് പ്രസ് ഫ്രീഡം ഡേ കോൺഫറൻസ് ഫ്രം 2nd to 4th May 2024.
2024 2 മെയ് മുതൽ 4 മെയ് വരെ പ്രസ് ഫ്രീഡം ഡേ കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. അത് യുനെസ്കോയും പിന്നെ ആരും കൂടെ ചേർന്നിട്ടാണ് കണ്ടക്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് നോക്കിയത് നിങ്ങൾ ആൻസർ? ഇതിലേതായിരിക്കും ആൻസർ? ആൻസർ ചിലിയാണ് കേട്ടോ. ആൻസർ ചിലിയാണ്. ചിലിയും യുനെസ്കോയും ചേർന്നിട്ടാണ് ഈ പറയുന്ന പ്രസ് ഫ്രീഡം ഡേ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. 31st പ്രസ് ഫ്രീഡം ഡേ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ആൻഡ് അത് നടന്ന ഏത് ദിവസമാണെന്ന് നോക്കി 2024 2 മെയ് ടു 4 മെയ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയേണ്ടത് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ. ഓക്കെ, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ഏത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഏത് ദിവസമാണ്? മെയ് 3 ആണ് കേട്ടോ. മെയ് 3. മെയ് 2 മുതൽ 4 വരെ ആണല്ലോ അതിൻ്റെ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. അപ്പോൾ മെയ് 3 ആ ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ആൻഡ് അത് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ് ആഘോഷിക്കുന്നത് വെച്ചാൽ എന്നാണ്? മെയ് 3 ആണ് ആഘോഷിക്കുന്നത്. ഇവിടെ എന്താണ് കൺവേ ചെയ്യുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കാനാണ് അത് കൺവേ ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. ഓക്കെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. അതേത് വർഷമാണ്? 1948 ആണ് കേട്ടോ. 1948. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 19 വരുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺവേ ചെയ്യുന്ന ഒരു ഡേ ആണ് എന്തെന്ന് പറയുന്നത്? അതൊക്കെ അതിൻ്റെ കീഴിൽ വരുന്നതാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്ന് പറയുന്നത്. അതെന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മെയ് 3 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏത് വർഷമാണെന്നൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 1948 ആണ് കേട്ടോ. Moving on to next question. Russian President Vladimir Putin has been sworn in for the 5th time. What is the term of office of the President of Russia? എത്ര വർഷമാണ് റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വ്ളാഡിമിർ പുടിൻ ആണ് 5ാമത്തെ തവണയും പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്ര വർഷമാണ് ആ ഒരു ടേം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനിലെ ആൻസർ ഏതായിരിക്കും? 5 ആണോ, 4 ആണോ, 6 ആണോ, 3 ആണോ? ഏതാണ് ആൻസർ? ആൻസർ 6 ആണ് കേട്ടോ. 6 years ആണ് ആ ടൈം എന്ന് പറയുന്നത്. 6 വർഷം എന്ത് ചെയ്യും? അവിടുത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും. അപ്പോൾ 5th തവണയും വ്ളാഡിമിർ പുടിൻ തന്നെയാണ് എലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അവസാനമായിട്ട് 1999 ബോറിസ് എൽസിയാൻ ആണ് അവസാനമായിട്ട് പ്രസിഡന്റായിട്ട് 1999 വന്നത്. അതിനുശേഷം ആരാണ്? വ്ളാഡിമിർ പുടിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. 5ാമത്തെ തവണയും അദ്ദേഹം തന്നെയാണ്. ഈ മെയ് 7 അദ്ദേഹം എന്തായിട്ടുള്ളത്? മെയ് 7, 2024 അപ്പോയിന്റഡ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അപ്പം റഷ്യയിൽ അവസാനമായിട്ട് വന്നത് ബോറിസ് എൽസിയാൻ ആണ്. ആൻഡ് അദ്ദേഹം 1999 അവസാനമായിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം വ്ളാഡിമിർ പുടിനാണ് 5th ടൈമും അദ്ദേഹം തന്നെയാണ് പോകുന്നത്, എലക്ട് ആയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം എലക്ട് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് 2024 മെയ് 7 ഇപ്പോൾ 5th ടൈം അപ്പോയിന്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണോ? എത്ര വർഷമാണ്? 6 years ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. During the Arabian Travel Mart 2024, the Cool Summers of India campaign was launched in dash by the Ministry of Tourism. എവിടെയാണ് ഈ അറേബ്യൻ ട്രാവൽ മാർട്ട് 2024 ഹെൽഡ് ആയിട്ടുള്ളത്? അവിടെ അവർ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ടൂറിസം, ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ടൂറിസം കൂൾ സമ്മേഴ്സ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്? ആൻസർ ഏതാ നോക്കിയേ?
എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്? ആൻസർ ദുബായ് ആണ് കേട്ടോ. ദുബായിൽ വെച്ചിട്ടാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ടൂറിസത്തിൽ ഇന്ത്യൻ ടൂറിസം ആ ഒരു പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് കൂൾ സമ്മേഴ്സ് ഓഫ് ഇന്ത്യ എന്നത് അവരെന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു. അതെവിടാണ് ഹെൽഡ് ചെയ്തത്? ദുബായിലാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതുപോലെ ആ ഒരു ഷോർട്സിൽ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? അറേബ്യൻ ട്രാവൽ മാർട്ട് 2024 എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തത്? നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ടൂറിസം എന്ത് ചെയ്തു? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ആൻസർ എന്തായിരുന്നു? ദുബായ് ആയിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which Indian Institute of Technology has started its campus in Abu Dhabi, UAE? ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അബുദാബി UAEയിൽ അവരുടെ ക്യാമ്പസ് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടാണ്? നോക്കി പറഞ്ഞേ. IIT ഖരഗ്പൂർ ആണോ, മദ്രാസ് ആണോ, ഡൽഹി ആണോ, കാൺപൂർ ആണോ? ഏതാണ് ആൻസർ? IIT ഡൽഹി ആണ് കേട്ടോ. അവരുടെ ഫസ്റ്റ് ക്യാമ്പസ് 2024-25 അക്കാഡമിക് ഇയർ ആണ് അവർ നടക്കുന്നത്. ആൻഡ് അത് അബുദാബി അല്ലെങ്കിൽ UAEയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അവരുടെ പുതിയ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. World's first 100% biodegradable pen was manufactured in which country? ഏത് കൺട്രിയിലാണ് 100% ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പെൻ ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മലിനീകരണം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ റെലവൻസ് കൂടുതലാണ്. 100% ബയോഡിഗ്രേഡബിൾ പെൻ മാനുഫാക്ചർ ചെയ്തത്, ലോകത്തിൽ തന്നെ ആദ്യത്തെ 100% ബയോഡിഗ്രേഡബിൾ പെൻ മാനുഫാക്ചർ ചെയ്തത് ഏത് കൺട്രിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ജപ്പാനാണോ, ഇന്ത്യ ആണോ, ഫ്രാൻസ് ആണോ, ചൈനയാണോ? ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലോഞ്ച്ഡ് ബൈ സൗരഭ് എച്ച് മേത്ത. സൗരഭ് എച്ച് മേത്തയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ന്യൂഡൽഹിക്കാരനാണ്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ബയോക്യൂ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബയോക്യൂ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡ് ബയോക്യൂ എന്ന് പറയുന്നൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതിനോട് ഭാഗമായിട്ട് നോട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടി ഇറക്കിയിട്ടുണ്ട്. എന്താണ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോ ഒഫൻസ് ടു എർത്ത് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വെച്ചിട്ടുള്ള ഒരു ബ്രാൻഡും കൂടി ബയോക്യൂയുടെ ആസ് പാർട്ട് ഓഫ് ബയോക്യൂ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗരഭ് എച്ച് മേത്തയാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ 100% ബയോഡിഗ്രേഡബിൾ പെൻ ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഏത് കൺട്രിയാണ്? ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which country's parliament has passed a bill allowing prisoners to join the army? ഏത് കൺട്രിയാണ് പ്രിസണേഴ്സിനെ അവരുടെ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിട്ടുള്ളത്? ആ ബില്ല് പാസ്സാക്കിയത് ഏത് കൺട്രിയാണ് എന്നുള്ളതാണ്. ഏത് കൺട്രിയാണ്? ആൻസർ നോക്കി പറഞ്ഞേ. യുക്രൈൻ ആണോ, അതോ പോളണ്ട് ആണോ, റഷ്യ ആണോ, ഹംഗറി ആണോ? ഏത് കൺട്രിയാണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യുക്രൈൻ ആണ് കേട്ടോ. യുക്രൈന് മാൻ പവർ കുറവായതുകൊണ്ട് അവിടുത്തെ പ്രിസണേഴ്സിനെ എന്ത് ചെയ്യുന്നു? അവരുടെ ആർമിയിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ബില്ലാണ് അവർ പാസ്സായിട്ടുള്ളത്. ആൻഡ് അത് അവസാനമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ആ ഒരു ബില്ല് പാസ്സായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റിൻ്റെയും സ്പീക്കറിൻ്റെയൊക്കെ. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാവോ? യുക്രൈനിലെ പ്രസിഡന്റ് ആരാണ്? വളഡിമർ സെലൻസ്കി. ഓക്കെ. യുക്രൈനിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വളഡിമർ സെലൻസ്കി ആണ് യുക്രൈനിലെ പ്രസിഡന്റ്. സ്പീക്കർ ആരാന്നറിയാമോ? സ്പീക്കർ
വെർക്കോവ്ന റഡയാണ് അവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ഇത് സ്പീക്കർ, വെർക്കോവ്ന റഡ ഇസ് ദ സ്പീക്കർ. ആൻഡ് അവിടുത്തെ പ്രസിഡന്റ് ആണ് ആര്? വളഡിമർ സെലൻസ്കി എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ബില്ല് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രിസണേഴ്സിനെ ഈ ആർമിയിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ബില്ല് അലോ ചെയ്തത് ഏത് കൺട്രിയാണ്? യുക്രൈൻ ആണ് അലോ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which country has recently extended the deadline for visa free entry of the Indians? ഇന്ത്യൻസിന് വിസ ഫ്രീ എൻട്രിക്ക് വേണ്ടിയിട്ട് ഏത് കൺട്രിയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻസിന് മാത്രമല്ല, ചൈന, റഷ്യ തുടങ്ങിയ എല്ലാ രാജ്യക്കാർക്കും 30 ദിവസം വിസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്ന ആ ഒരു വിസ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കൺട്രിയാണെന്ന് നോക്കിയേ. ഏത് കൺട്രിയാണ്? ശ്രീലങ്കയാണോ, വിയറ്റ്നാം ആണോ, ഫ്രാൻസ് ആണോ, മലേഷ്യ ആണോ? ആൻസർ ഏതാണ്? ആൻസർ? ശ്രീലങ്കയാണ് കേട്ടോ ആൻസർ. ശ്രീലങ്ക അവരുടെ ടൂറിസം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിസ ഫ്രീ എൻട്രി ഡെഡ് ലൈൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ കൺട്രീസിന് അവിടെ 30 days എന്ത് ചെയ്യാം? വിസ ഇല്ലാതെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രം സിംഗ്. ഓക്കെ, റെനിൽ വിക്രം സിംഗ്. സ്പെല്ലിംഗ് കൂടി നോക്കിക്കോണേ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. റെനിൽ വിക്രം സിംഗ് ആണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റെനിൽ വിക്രം സിംഗ് ആണ്. അപ്പോൾ ശ്രീലങ്കയാണ് ഇപ്പോൾ ഡെഡ് ലൈൻ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The second round of India-US TAC on dash was held in Washington on 14-15 May 2024. 2024 മെയ് 14 മുതൽ 15 വരെ ഉള്ളതിൽ വാഷിങ്ടണിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്ത്യൻ US TAC ഏത് കൺട്രിയെ പറ്റിയിട്ടായിരുന്നു? യൂറോപ്പാണോ, റഷ്യയാണോ, ആഫ്രിക്കയാണോ, ഏഷ്യയാണോ? ഓക്കെ, ആരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്? ഇന്ത്യൻ സൈഡിൽ നിന്ന് ആരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? ഡോക്ടർ പുനീത് ആർ കൂന്തൽ. ഓക്കെ, ഡോക്ടർ പുനീത് ആർ കൂന്തൽ ആണ് ഇന്ത്യൻ സൈഡിൽ നിന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് ഹീ ഈസ് ദ അഡീഷണൽ സെക്രട്ടറി എക്കണോമിക് ആൻഡ് സൗത്ത് ആഫ്രിക്കൻ അഫയേഴ്സ്. ഓക്കെ, അഡീഷണൽ സെക്രട്ടറി എക്കണോമിക് ആൻഡ് സൗത്ത് ആഫ്രിക്കൻ അഫയേഴ്സിൻ്റെ പാർട്ടായിട്ട് ഉള്ള ഡോക്ടർ പുനീത് ആർ കൂന്തലാണ് ഇന്ത്യൻ സൈഡിൽ നിന്ന് എന്തിന് പോയിട്ടുള്ളത്? ഇന്ത്യൻ US TAC ഓൺ ആഫ്രിക്കയാണ് കേട്ടോ. ആൻസർ ഏതാണ്? ആഫ്രിക്കയാണ്. ആഫ്രിക്കയെ പറ്റിയിട്ടുള്ള ടോക്ക് ആയിരുന്നു. അപ്പോൾ അത് ഹെൽഡ് ചെയ്തത് എവിടെയാണോ? വാഷിങ്ടൺ ആണ്. ഏത് ദിവസമായിരുന്നു? 14 to 15 മെയ് 2024 ഏത് റൗണ്ട് ആയിരുന്നു? സെക്കൻഡ് റൗണ്ട് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which space agency is planning to build the first railway station system on the moon? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു ന്യൂസ്? മൂണിൽ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് സ്പേസ് ഏജൻസിയാണ് പ്ലാൻ ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്പേസ് ഏജൻസിയാണ്? ജാക്സ ആണോ, നാസ ആണോ, ISR ആണോ, CNES ആണോ? ഏതാണ് ആൻസർ? നാസ ആണ് കേട്ടോ. നാസ റോബോട്ടിക് ട്രെയിൻ അവിടെ ബിൽഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോജക്റ്റിന്റെ പേരാണ് ഫ്ലോട്ട് എന്ന് പറയും. ഫ്ലോട്ട്. ഈ പ്രോജക്റ്റിന്റെ പേരാണ് ഫ്ലോട്ട്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ on a track. Okay,
ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക്. ഇതാണ് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നാസയാണ് ഫസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷൻ സിസ്റ്റം ഓൺ മൂൺ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ പ്രോജക്റ്റിൻ്റെ പേര് ഫ്ലോട്ട് എന്നുള്ളത്. ആൻഡ് അവർ ഒരു റോബോട്ടിക് ട്രെയിനാണ് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ്സ് ഹയസ്റ്റ് കോമ്പറ്റീഷൻ പൂൾ ഹാസ് ഓപ്പൺഡ് ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കോമ്പറ്റേറ്റീവ് പൂൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? അതും ഈ പറഞ്ഞ ഷോർട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതേതാണെന്നോ നിങ്ങൾക്ക് അത് കേട്ടവർക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ് ആൻസർ? ഭൂട്ടാനാണോ, ഇന്ത്യ ആണോ, ബംഗ്ലാദേശ് ആണോ, നേപ്പാൾ ആണോ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കോമ്പറ്റേറ്റീവ് പൂൾ ഏതാണ്? വേൾഡ് അക്വാട്ടിക്സ് ആണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഏതാണ്? ഭൂട്ടാനാണ് കേട്ടോ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8400 ഫീറ്റ്, അതല്ലെങ്കിൽ 2400 മീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, 8200 ഫീറ്റ് അല്ലെങ്കിൽ 2400 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് അക്വാട്ടിക്സ് ആണ് അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കോമ്പറ്റേറ്റീവ് പൂൾ. ഓക്കെ, കോമ്പറ്റേറ്റീവ് സ്പോർട്സ്, വാട്ടർ സ്പോർട്സിന് വേണ്ടിയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അത് എവിടെയാണ് ഏറ്റവും ഉയരം കൂടിയ കോമ്പറ്റേറ്റീവ് പൂൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഭൂട്ടാനിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 8200 ഫീറ്റ് അല്ലെങ്കിൽ 2400 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, The world's deepest blue hole was discovered in dash during a scuba diving expedition. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു. എന്താണ്? ടാം ജാൻ ബ്ലൂ ഹോൾ എന്നാണ് അതിൻ്റെ പേര്. അത് എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു? മെക്സിക്കോയിലാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. അത് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞു? യുക്കാത്താൻ പെനിൻസുലയുടെ സദേൺ കോസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ചെതുമൽ ബേയിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി വീണ്ടും അവർ ആ ലൊക്കേഷൻ കുറച്ചുകൂടെ ഇതായിട്ട് ചോദിക്കുകയാണ്, ഏത് റേഞ്ചിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഹിന്ദുക്കുഷ് റേഞ്ച് ആണോ, സത്പുര റേഞ്ച് ആണോ, വിന്ധ്യ റേഞ്ച് ആണോ, ആരവല്ലി റേഞ്ച് ആണോ? ഏത് റേഞ്ചിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മെക്സിക്കൻ സ്കൂബ ഡൈവേഴ്സ് ആണ് കണ്ടുപിടിച്ചതെന്ന് അറിയാം നമുക്ക്. ഏത് റേഞ്ചാണ്? ആൻസർ നോക്ക്. ആൻസർ ആരവല്ലി റേഞ്ച് ആണ് കേട്ടോ. ആരവല്ലി റേഞ്ചിലാണ് ഈ പറയുന്ന വേൾഡ്സ് ഡീപ്പസ്റ്റ് ബ്ലൂ ഹോൾ ആയിട്ടുള്ള ടാംജാൻ ബ്ലൂ ഹോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആരവല്ലി റേഞ്ചുമായിട്ട് ഇപ്പോൾ ഒരു ന്യൂസിൽ വന്നിട്ടുണ്ട്. അത് സുപ്രീം കോർട്ട് രാജസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ആരവല്ലി റേഞ്ചസിലുള്ള മൈനിങ് ഒക്കെ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which country has launched the Change 6 mission to bring back soil from the dark side of the moon in 2024 May? 2024 മെയ്യിൽ മൂണിൻ്റെ ഡാർക്ക് സൈഡിൽ നിന്ന് സോയിലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏത് കൺട്രിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് കൺട്രിയാണ്? അമേരിക്ക ആണോ, ഫ്രാൻസ് ആണോ, റഷ്യ ആണോ, ചൈനയാണോ? ആൻസർ ചൈനയാണ് കേട്ടോ. ആൻസർ ചൈനയാണ്. ഒരു 53 ദിവസമുള്ള 53 ഡേ മിഷനാണ്. ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ബ്രിങ് ബാക്ക് ദ സോയിൽ ഫ്രം ദ നിയർ പാർട്ട് ഓഫ് ദ മൂൺ. ഈ പറയുന്ന അമേരിക്കയും റഷ്യയും എന്ത് ചെയ്തിട്ടുണ്ട്? മൂണിൽ നിന്ന് സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഫ്രം ദ ഫാർ സൈഡ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ ഫാർ സൈഡിൽ നിന്നാണ് അത് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിഷൻ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ഗെറ്റ് ദ സാമ്പിൾസ് അല്ലെങ്കിൽ ബ്രിങ് ബാക്ക് ദ സോയിൽ ഫ്രം ദ മൂൺ ഇൻ ദ നിയർ സൈഡ് ഓഫ് ദ മൂൺ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What percentage of seats have been reserved for women in Bar Association Committee by the Supreme Court? Supreme Court Bar Association Committeeയിൽ എത്ര പെർസെൻറ്റേജ് ആണ് വുമണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത്? എത്ര പെർസെൻറ്റേജ് ആണ്? 79 ആണോ, 80 ആണോ, 77 ആണോ, 33 ആണോ? ആൻസർ
ആൻസർ ഏതാണ്? ആൻസർ 33 ആണ് കേട്ടോ. 33% ആണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പോസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിൽ അവിടെ 9/3 സീറ്റ് വുമൻസിന് വേണ്ടി റിസർവ്ഡ് ആയിരിക്കും. അതുപോലെ സീനിയർ പോസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിൽ 6/2 സീറ്റ് ആർക്കായിരിക്കും? വുമൻസിനായിരിക്കും റിസർവ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ആ ഒരു പോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വുമണിന് വേണ്ടിയിട്ട് 2024 ആ പോസ്റ്റ് വുമണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പം എത്ര പെർസെൻറ്റേജ് ആണ് റിസർവ് ചെയ്തിട്ടുള്ളത്? 33% ആണ് വുമൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത് ബൈ ദ സുപ്രീം കോർട്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗുറേറ്റ് ചെയ്തത്? ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ പുനിത് ബാലൻ ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഇത് കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ വച്ചിട്ടാണ് ഇന്ത്യസ് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ പാർക്ക് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? ആൻസർ എന്താണ്? ആൻസർ പൂനെ. പൂനെയിൽ വെച്ചിട്ടാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ പൂനെ ആണ്. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ പുനിത് ബാലൻ ഗ്രൂപ്പ്. പുനിത് ബാലൻ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആരായിരിക്കും? പുനിത് ബാലനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ പുനിത് ബാലൻ ഗ്രൂപ്പും ഇന്ത്യൻ ആർമിയും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് അത് എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? പൂനെയിൽ വെച്ചിട്ടാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അത് ഇനാഗുറേറ്റ് ചെയ്യുന്ന ആരാണ്? ലഫ്റ്റനന്റ് കുമാർ സിംഗ്. ഓക്കെ, ലഫ്റ്റനന്റ് ജൻ അജയ് കുമാർ സിംഗ് ആണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? ലഫ്റ്റനന്റ് ജൻ അജയ് കുമാർ സിംഗ് ആണ്. ആൻഡ് അത് ആരൊക്കെ ആണ് ഉണ്ടാക്കുന്നത്? ഇന്ത്യൻ ആർമിയും പുനിത് ബാലൻ ഗ്രൂപ്പ് കൂടി ചേർന്നിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അത് എവിടെ വെച്ചിട്ടാണ് ഇനാഗുറേറ്റ് ചെയ്തത്? പൂനെയിൽ വെച്ചിട്ടാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ വാസ് ലോഞ്ച്ഡ് ബൈ ഡാഷ് ടൂറിസം. ഏത് ടൂറിസം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം? ഇന്ത്യസ് ഫസ്റ്റ് ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആയിട്ടുള്ള അതിന്റെ പേരെന്താണ്? നക്ഷത്ര സഭ. എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? ഏത് ടൂറിസമാണ്? ഏതാണ്? ആൻസർ നോക്കി പറയൂ. ആൻസർ ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരാഖണ്ഡിലെ നേച്ചർ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ സ്കൈയുടെ കീഴിൽ ക്യാമ്പിംഗ് അണ്ടർ ദ സ്കൈ, അതുപോലെ തന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ സ്കൈയിലെ സ്റ്റാർസിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ നക്ഷത്ര സഭ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത്. അത് എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് ടൂറിസമാണ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത് ആസ്ട്രോ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരെണ്ണം കൂടി കണക്ട് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏത് ഇന്ത്യനാണ് ആദ്യമായിട്ട് സ്പേസിൽ ട്രാവൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരാന്ന് പറയാം? രാകേഷ് ശർമ്മയാണെന്ന് പറയാം അല്ലേ. ബഹിരാകാശ യാത്ര നടത്തി ആദ്യ ഇന്ത്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് പറയാം? രാകേഷ് ശർമ്മ എന്ന് പറയാം. പക്ഷേ ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യ ഇന്ത്യൻ ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരാണ്? ഗോപിനാഥ് തോട്ടക്കുറയാണ് കേട്ടോ. ആരാണ്? ഗോപിനാഥ് തോട്ടക്കുറ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഗോപിനാഥ് തോട്ടക്കുറ.
ഗോപിനാഥ് തോട്ടക്കുറയാണ് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി. ബഹിരാകാശ സഞ്ചാരി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാകേഷ് ശർമ്മ. ആൻഡ് ആദ്യത്തെ സഞ്ചാരി, ഇന്ത്യൻ വിനോദസഞ്ചാരി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപിനാഥ് തോട്ടക്കുറയാണ്. ആൻഡ് ഫസ്റ്റ് ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്രസഭ ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏത് ടൂറിസം ആണ്? ഉത്തരാഖണ്ഡ് ടൂറിസം ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which city of India has been declared as the host city of BWF World Junior Championship in 2025? 2025 നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് BF വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? എന്താണ് BWF? എന്താണ് BWF? ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ. ഓക്കെ, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഇൻ 2025 ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഏത് ഇന്ത്യൻ സിറ്റിയാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നൊക്കെയാണ് ആ സിറ്റി പറയുന്നത്. ഏതാണ് ആൻസർ? ഗുവാഹട്ടിയാണ് കേട്ടോ, ഗുവാഹട്ടി. ഓക്കെ, ഗുവാഹട്ടിയിൽ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അത് April 30 നടക്കും. 2025 എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഗുവാഹട്ടിയിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Who was recently awarded the title of Grand Master by the International Chess Federation? International Chess Federationന്റെ ഭാഗമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ളത് ആരാണ്? 2024 ആരാണ്? റീസെൻ്റ്ലി ആരാണ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ളത്? ഇതിലേതാണ്? നോക്കി പറയൂ, ആൻസർ നോക്കൂ. ഓപ്ഷൻസ് A ആണോ, B ആണോ, C ആണോ, D ആണോ? ആൻസർ വൈശാലി രമേശ് ബാബു ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, വൈശാലി രമേശ് ബാബു ആണ്. എത്രാമത്തെ തവണയാണെന്ന് അറിയാമോ? 84th ഗ്രാൻഡ് മാസ്റ്റർ ആണ് കേട്ടോ. 84th ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? വൈശാലി രമേശ് ബാബു. ആൻഡ് ഷീ ഈസ് ഫ്രം ചെന്നൈ. ആൻഡ് അതോടൊപ്പം തന്നെ തേർഡ് ഇന്ത്യൻ വുമൺ ആണ് കേട്ടോ. തേർഡ് ഇന്ത്യൻ വുമൺ ടു അച്ചീവ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ ശേഷമാണ്? കൊണേറു ഹംപിക്കും അതുപോലെ തന്നെ ഹരിക ദ്രോണവല്ലിക്കും ശേഷം വരുന്ന മൂന്നാമത്തെ ആളാണ് ആര്? വൈശാലി രമേശ് ബാബു എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഡിഫീറ്റഡ് FM താമർ ടാരിഖ് സിലബസ്. ഓക്കെ, ഷീ ഡിഫീറ്റഡ് FM താമർ ടാരിഖ് സിലബസ്. അപ്പോൾ 84th ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ കിട്ടുന്നത് ആർക്കാണ്? വൈശാലി രമേശ് ബാബുവിനാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഈസ് ദ തേർഡ് ഇന്ത്യൻ വുമൺ ടു അച്ചീവ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. Who among the following has won the gold medal in the Eloda Cup 2024 in Kazakhstan? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ആ ഒരു കറണ്ട് അഫെയർ സെക്ഷനിൽ. എന്താണ്? കസാഖിസ്ഥാനിൽ വെച്ച് നടക്കുന്ന എലോഡ കപ്പിൽ 2024 എലോഡ കപ്പിൽ വിന്നർ ആയിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. ആരാണോ നോക്കൂ. A ആണോ, B ആണോ, C ആണോ, D ആണോ? ആൻസർ ആരാണ്? നിഖത് സരീൻ ആണ്. ഈ ഉള്ളതിൽ നിഖത് സരീൻ ആണ് 2024 എല്ലോഡ വേൾഡ് കപ്പ് കസാഖിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഗോൾഡ് മെഡലിസ്റ്റ് ആരാണ്? നിഖത് സരീൻ ആണ്. ഈ എല്ലോഡ കപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് റിലേറ്റഡ് ആണ്? ബോക്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ബോക്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് നിഖത് സരീൻ എന്ന് പറയുന്നത് 52 kg കാറ്റഗറിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ഇതേ ഇനത്തിൽ തന്നെ ഇന്ത്യയിൽ മീനാക്ഷി എന്ത് ചെയ്തിട്ടുണ്ട്? ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനാക്ഷി ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുണ്ട്. സെയിം ഇനത്തിന് തന്നെ മീനാക്ഷിയും ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നിഖത് സരീൻ ഡിഫീറ്റ് ചെയ്യുന്നത് കസാഖിസ്ഥാനിലെ തന്നെ സാസിറ എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവിനെ ആയിരുന്നു കേട്ടോ. സാസിറ
കസാക്കിസ്ഥാനിലുള്ള സാസിറ എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവിനെ ആയിരുന്നു ആര് ഡിഫീറ്റ് ചെയ്യുന്നത്? നിഖത് സരീൻ ഡിഫീറ്റ് ചെയ്യുന്നത്. ആൻഡ് മീനാക്ഷി ഡിഫീറ്റ് ചെയ്യുന്നത് റമനോവ സൈദോൺ എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ്. ആൻഡ് ഷീ ഈസ് ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, ഉസ്ബെക്കിസ്ഥാനിലാണ് ആ ഒരു കോമ്പറ്റേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള റമനോവ സൈദോണിനെയാണ് ആര് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്? മീനാക്ഷി ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിഖത് സരീൻ ഡിഫീറ്റ് ചെയ്തത് സാസിറ ഫ്രം കസാക്കിസ്ഥാൻ. ആൻഡ് നിഖത് സരീൻ ഫ്രം 22 kg കാറ്റഗറിയിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിഖത് സരീൻ ഇല്ല, മീനാക്ഷി ആണെങ്കിൽ ഏത് ആൻസർ കൊടുക്കണം? മീനാക്ഷി കൊടുക്കണം. ഇപ്പോൾ ഈ ഓപ്ഷനിൽ മീനാക്ഷി ഇല്ല, ആരാണുള്ളത്? നിഖത് സരീൻ ആണുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? നിഖത് സരീൻ ആണ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, recently which company's agricultural drone has received certification from DGCA? DGCAയിൽ നിന്നും ഏത് അഗ്രികൾച്ചറൽ ഡ്രോൺ ആണ് സർട്ടിഫിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ളത് റീസെന്റ്? ഏതാണെന്ന് നോക്കൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആൻസർ ഏതാണ്? ആൻസർ AITMC വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആണ് കേട്ടോ. എ ആണ് ആൻസർ. AITMC വെഞ്ചേഴ്സ് ലിമിറ്റഡിനാണ് ഈ ഒരു എന്ത് പറയുന്ന അഗ്രികൾച്ചറൽ ഡ്രോൺ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? DGCAയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The final question, who recently took over as the Vice Chief of Indian Navy? ഇന്ത്യൻ നേവിയിലെ വൈസ് ചീഫായിട്ട് ആരെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ടുക്ക് ഓവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ നേവിയിലെ വൈസ് ചീഫ് ആയിട്ട് ഇന്ത്യൻ നേവിയിലെ വൈസ് ചീഫായിട്ട് ആരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആൻസർ കൃഷ്ണ സ്വാമിനാഥൻ. ഓക്കെ, ആൻസർ കൃഷ്ണ സ്വാമിനാഥൻ. ആൻഡ് May 1 ആണ് അദ്ദേഹം, May 1, 2024 അദ്ദേഹം അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മിക്സഡ് ആയിട്ട് ആണ് നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ആയിട്ട് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഉറപ്പായിട്ടും കാണും. ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് മാത്രം കൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നല്ല, അടുത്ത സെക്ഷൻ ഉറപ്പായിട്ടും കാണും. നിങ്ങൾക്ക് സെക്ഷൻ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞു ഷോർട്സ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കും എന്ന് ഉറപ്പുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് പോവാം. വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും അത് ഫീഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു 120+ ക്വസ്റ്റ്യൻസ് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ബൈ ഹാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് കിട്ടിയാലും നമുക്കത് എന്താണ്? ഭയങ്കര വർത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അപ്ഡേറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് പോവുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ കാണുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.